റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന സർക്കാർ ഉത്തരവുകൾ തള്ളി സപ്ലൈകോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ 378 ഒഴിവുകൾ ഉണ്ടായിട്ടും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാവില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മറുപടി. മാനേജ്മെന്റിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് ഉദ്യോഗാർത്ഥികളും തൊഴിലാളി സംഘടനകളും. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ഉത്തരവ് പാലിക്കാനാവാത്ത രീതിയിൽ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നതാണോ ഇപ്പോൾ സപ്ലൈകോ നൽകുന്ന മറുപടി? എന്താണ് വിവരാവകാശ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിശദമായ മറുപടി? സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള നിയമന നിരോധനവും നടക്കുന്നില്ല എന്നതാണ് ധനവകുപ്പിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും ധനമന്ത്രി ഇത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ചില ഉത്തരവുകൾ കഴിഞ്ഞ മാസം പുറത്തിറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറങ്ങിയ ഉത്തരവനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായ നടപടി ഈ വകുപ്പ് മേധാവിമാർക്ക് വരും എന്ന ഉത്തരവ് ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ആ വകുപ്പിന്റെ ഉത്തരവും ഈ നിലപാടും ഒക്കെ നിലനിൽക്കെയാണ് സപ്ലൈകോയിലെ പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഒഴിവുകളൊന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്യാനാകില്ല എന്ന നിലപാടിലേക്ക് സപ്ലൈകോ മാനേജ്മെന്റ് എത്തുന്നത്. 378 ഒഴിവുകൾ സപ്ലൈകോയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലുണ്ട് എന്ന് സപ്ലൈകോ സമ്മതിക്കുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി, പിന്നീട് സപ്ലൈകോയ്ക്ക് പരാതി നൽകി. പരാതിക്കൊക്കെ മറുപടിയായി സപ്ലൈകോ നൽകുന്ന വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമാണ്, സപ്ലൈകോയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനാകില്ല എന്ന കടുത്ത തീരുമാനം അത് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. PSCയെ അറിയിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒഴിവുകളിലേക്ക് ആളെ എടുക്കാൻ തൽക്കാലം കഴിയില്ല എന്ന നിലപാട് സപ്ലൈകോ എടുക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ തോതിൽ പ്രതിഷേധമുണ്ടാകും. എങ്കിലും ഇപ്പോൾ തൽക്കാലം ഈ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാകില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് സപ്ലൈകോ. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.